ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇതിന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ്, വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, പെട്ടെന്ന് തയ്യാറാക്കാം. മസാലയൊക്കെ പുരട്ടി കുറേ സമയമൊന്നും വെക്കേണ്ട. മസാലയൊക്കെ പുരട്ടി ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ഒരു ചിക്കനാണ്. ചിക്കൻ ഫ്രൈ ആയി കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും അതിൻ്റെ പീസൊക്കെ കഴിക്കുമ്പോഴത്തേക്കിന്. പിന്നെ അതിൻ്റെ എല്ലില്ലാത്ത പീസൊക്കെ കുറച്ച് സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലില്ലാത്ത പീസുകൾക്ക് കുറച്ച് ഹാർഡായിരിക്കുമല്ലോ. സുഗുണ ചിക്കൻ അല്ല, നോർമൽ ബോയിലർ ചിക്കനൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ എല്ലില്ലാത്ത പീസ് ഭയങ്കര ഹാർഡായിട്ടിരിക്കും. ഇത് പക്ഷേ എല്ലില്ലാത്ത പീസുകളൊക്കെ നമ്മളൊന്ന് ചതച്ചിട്ടാണ്, എല്ലുള്ള പീസും ഒന്ന് കല്ലിൽ ഇങ്ങനെ ചതച്ചെടുക്കും. എല്ലില്ലാത്ത പീസ് ചതയ്ക്കുന്ന കാരണം നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആയിരിക്കും ചിലപ്പം. പക്ഷേ ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്ത് നോക്കണം, അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 6-7 കഷ്ണം ചുവന്നുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി, അത്രയും തന്നെ അളവ് വരുന്ന രീതിയിലുള്ള ഇഞ്ചി. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിരിക്കുവാണ്. അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടു. ഒരു മുട്ട മുഴുവനെ ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ തക്കാളിയാണെങ്കിൽ അരമുറി മാത്രം ചേർത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് കല്ലിൽ വെച്ച് ചതച്ച് കൊടുക്കാം. ഇത് ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് സഹായിക്കും. ചിക്കൻ്റെ എല്ലുള്ള പീസുകളൊക്കെ ഒരുപാട് ചതച്ച് കൊടുക്കണമെന്നില്ല, പക്ഷേ എല്ലില്ലാത്ത പീസുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചതച്ച് കൊടുക്കണം. അപ്പോഴാണ് ഈ ചിക്കൻ ഫ്രൈക്ക് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ആ അരച്ച് വെച്ചിരിക്കുന്ന മസാല നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് സമയം വെക്കണമെന്നൊന്നുമില്ല, റെസ്റ്റ് ചെയ്ത് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. ഇത് മസാല പുരട്ടി ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കിനും ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുട്ടയും കൂടെ ചേർത്തത് കാരണം ഈ എണ്ണയ്ക്ക് ഒരു പത വരും. മുട്ട ചേർക്കാൻ പക്ഷേ മിസ്സാവരുത്. മുട്ട ചേർക്കുമ്പോഴാണ് അതിന് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ പിന്നെ സോയാ സോസോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, പാകത്തിനനുസരിച്ച്. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമുക്കിനി ഇത് തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ ഇത് ആ പാകത്തിനായിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. നമ്മൾ ചിക്കൻ നന്നായിട്ട് ചതച്ചത് കൊണ്ട് തന്നെ ചിക്കൻ്റെ മാംസമൊക്കെ വളരെ സോഫ്റ്റായിരിക്കും. സാധാരണ ചിക്കൻ കഴിക്കുമ്പം എല്ലില്ലാത്ത പീസുകളൊക്കെ കഴിക്കുമ്പോൾ ലെയറായിട്ട് കട്ടിയായിട്ട് നമുക്ക് തോന്നും. കഴിക്കാനായിട്ട് ചിലർക്ക് ആ പീസുകളൊന്നും ഇഷ്ടമായിരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചതച്ച് കഴിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും എല്ലാം നന്നായിട്ട് ചവച്ച് ഇറക്കാൻ പറ്റും. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കിന് ഇങ്ങനെ മാത്രമേ ചെയ്യത്തുള്ളൂ. അത്ര ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടാറ്റാ.